കേന്ദ്രത്തിലെ BJP സർക്കാരിനെതിരായ തുടർ സമരങ്ങൾ ആലോചിക്കാനുള്ള CJP ദേശീയ പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരുകയാണ്. സർക്കാർ തങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ ലംഘിച്ചെന്നാണ് CJP നേതാക്കൾ പറയുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ അണിനിരക്കാൻ രാജ്യത്തെ യുവാക്കളോട് CJP ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജന്തർ മന്ദറിലെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വന്നതിന് പിന്നാലെയാണ് ഈ പുതിയ സമര പ്രഖ്യാപനം. ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പൂർണ്ണമായും പാലിക്കപ്പെടണമെന്ന് CJP ആവശ്യപ്പെടുന്നു. ഇന്ന് നടക്കുന്ന യോഗത്തിൽ സമരത്തിന് അന്തിമ രൂപം നൽകും. വിദ്യാർത്ഥികൾക്കെതിരെ രാജ്യത്തുടനീളം രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIR-കളുടെ ഏകീകൃത പട്ടിക സമർപ്പിക്കാൻ ഓഗസ്റ്റ് 18-ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142 പ്രകാരമുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഈ കേസുകൾ റദ്ദാക്കാനാകുമോ എന്നാണ് സുപ്രീം കോടതി പരിശോധിക്കുന്നത്. എന്നാൽ കോടതി ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ ഈ പട്ടിക സമർപ്പിക്കാതെ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന് CJP ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു ജന്തർ മന്ദിറിനായി ഒരുങ്ങാനാണ് പാർട്ടിയുടെ തീരുമാനം. അതേപോലെ സ്കൂൾ ടീക്കരോ ക്യാമ്പയിന്റെ ഭാഗമായി എത്തിയ പാർട്ടി പ്രവർത്തകരെ ആക്രമിച്ച BJP പ്രവർത്തകർക്കെതിരെ കേസ് എടുക്കാത്തതിലും CJP പ്രതിഷേധം സംഘടിപ്പിക്കും. രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിലാവറിന്റെ രാജി ആവശ്യപ്പെട്ട് സമരം നടത്താനും ആലോചനയുണ്ട്. നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കപ്പെടുന്നവരെ വിശ്രമിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് CJP. എന്തായാലും CJP-ക്കാരുടെ ഒരു സമരം കൊണ്ട് മോദി സർക്കാർ രണ്ടടി പിന്നോട്ട് പോയി എന്നത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ പ്രതിഷേധക്കാരെ, പ്രത്യേകിച്ച് യുവാക്കളെ നേരിടുമ്പോൾ ശാന്തത കൈവിടരുതെന്ന് ഡൽഹി പോലീസിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. യുവാക്കളായ സമരക്കാർ പോലീസിനെ പലതരത്തിൽ പ്രകോപിപ്പിക്കാനും കളിയാക്കാനും ഒക്കെ ശ്രമിക്കും. അതിൽ വീണുപോയാൽ അതവർക്ക് റീലുകൾക്കും മീമുകൾക്കുമുള്ള ഉള്ളടക്കമായി മാറാൻ സാധ്യതയുണ്ട്. പ്രതിഷേധങ്ങളെ നേരിടുമ്പോൾ പോലീസുകാരുടെ മുഖഭാവവും ശരീരഭാഷയും പോലും വീഡിയോകൾക്ക് ഉള്ളടക്കമായി മാറാമെന്നാണ് പോലീസ് ഉന്നതങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പ്. അടുത്തിടെ ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധങ്ങൾക്കിടെ പോലീസുകാർ ഉൾപ്പെടുന്ന ഒട്ടേറെ റീലുകൾ വൈറലായി മാറിയിരുന്നു. പോലീസുകാരെ കളിയാക്കുന്ന പാട്ടുകൾ, സംഭാഷണങ്ങൾ എന്നിവയെല്ലാം ഓൺലൈൻ കണ്ടന്റുകളായി മാറാറുണ്ട്. പോലീസുകാർക്ക് പ്രതിഷേധക്കാർ പൂവോ ഭക്ഷണമോ വെള്ളമോ ഒക്കെ നൽകിയെന്ന് വരും. കൂടാതെ പോലീസുകാരുടെ പ്രതികരണങ്ങൾ റെക്കോർഡ് ചെയ്യാനും ശ്രമിക്കും. ഏത് സാഹചര്യത്തിലും ഞങ്ങളെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കൂ, സഹകരിക്കൂ എന്നല്ലാതെ മറ്റൊന്നും പറയേണ്ടതില്ല എന്നാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം. ഡൽഹി പോലീസിന്റെ 15 ജില്ലാ യൂണിറ്റുകൾക്കും റെയിൽവേ മെട്രോ യൂണിറ്റുകൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. യുവാക്കളുടെ സമരങ്ങളെ നേരിടുമ്പോൾ എന്തെല്ലാം ചെയ്യണം, ചെയ്യരുത് എന്നൊക്കെയാണ് ആ നിർദ്ദേശങ്ങളിലുള്ളത്.